4x minus 2y equal to 30. 2x plus 4y equal to 40. ആൻസർ കിട്ടുമ്പോ പറയണേ. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയോ? ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയോ? y5 ആണോ മിസ്സേ? y5 ആണ്. x കണ്ടുപിടിച്ചേ. കിട്ടിയോ? y5 കിട്ടിയോ എല്ലാവർക്കും? x എത്ര കിട്ടി?
എക്സ് എത്ര കിട്ടി? 5. എക്സ് 5 ആണോ? y 5 ആണ്. എക്സ് എത്ര കിട്ടി? പ്രണവ് എത്തിയോ? പക്ഷെ 5 കിട്ടി. എക്സോ? ചെയ്യാൻ എക്സ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അൽക്ക് കിട്ടിയോ? എക്സ് എത്ര കിട്ടി? 10. എക്സ് 10 കിട്ടും. ക്രിസ്റ്റീനക്ക് കിട്ടിയോ എക്സ് 10? അൽബിറ്റ 10 കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കിട്ടി. ഉണ്ട്. ഇനി ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 ഒന്ന് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15. അവിടെ ആൻസർ എത്ര എഴുതിയിരിക്കുന്ന? വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 4. അത് നിങ്ങൾ വെട്ടി 10 എന്ന് ആക്കണം കേട്ടോ, ഇതുവരെ ആക്കിയിട്ടില്ലെങ്കിൽ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നേക്കുന്നയാ. 10 എന്ന് ആക്കണം. നേരത്തെ ആക്കിയായിരുന്നോ? ഹലോ, ആക്കിയില്ലായിരുന്നു. ഇപ്പൊ ആക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ വരും, പക്ഷെ നമ്മൾ അത് കണ്ട് കൺഫ്യൂസ് ആവരുത്. പ്രണവിന് കിട്ടിയോ എക്സ് 10ഉം y 5ഉം കിട്ടിയോ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് നിന്റെ ഭാഗ്യം, കൺഫ്യൂഷൻ വരത്തില്ല. പക്ഷെ ടെക്സ്റ്റ് മേടിക്കണം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒരു പ്രാവശ്യം ഞാൻ 2 രീതിയിലും പറഞ്ഞുതരാം. എക്സും വൈയും എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മറ്റേ മെത്തേഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ എക്സ് എലിമിനേറ്റ് ചെയ്യാം. എക്സ് എലിമിനേറ്റ് ചെയ്യുമ്പം ഇവിടെ 4ഉം പിന്നെ താഴെ 2 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 4 × 2 ചെയ്താൽ ഇത് 8 ആവും. 2 × 4 ചെയ്താൽ ഇത് 8 ആവും. അപ്പൊ എനിക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ 1 × 2 ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ × 2 ചെയ്യുമ്പോൾ എനിക്ക് 2 × 4x - 2y = 30. അതിൽ നിന്ന് എത്ര കിട്ടും? 8x - 4y = 60. ഇതിനെ വേണം നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ 3 എന്നൊക്കെ എഴുതാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് തോന്നുന്ന പോലെയൊക്കെ എഴുതാം. പിന്നെ സെക്കൻഡ് ഇക്വേഷനെ ഇൻറ്റു 4 ചെയ്യണം. 4 × 2x + 4y = 40. That is equal to 8x + 16y = 40 × 4 160. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത് 8 ആണ്. 8 രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നു. 8 - 8 0. -4 - 16 എത്ര വരും? -4y - 16 20 വരും. നമ്മൾ ഈ സബ്ട്രാക്ഷൻ നേരത്തെ പഠിച്ചായിരുന്നല്ലേ, നമ്മൾ ഇന്റീജേഴ്സിന്റെ സബ്ട്രാക്ഷൻ. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? -4 - 16. ഇതിലൊരു എളുപ്പവഴിയുണ്ട്. നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ -4 - 16 ആണെങ്കിൽ ആ മൈനസ് സൈനെ പ്ലസ് ആക്കിയിട്ട് തൊട്ടടുത്തുള്ള ആൾക്ക് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അഡീഷന്റെ റൂൾ അപ്ലൈ ചെയ്താൽ മതി. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് വേണം ഞാൻ ഒന്നും കൂടെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഒരു എളുപ്പവഴിയുണ്ട് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ റൂള് ബൈഹാർട്ട് ചെയ്യാതെ ഒരു എളുപ്പവഴിയുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് -4 - 16 എന്ന് പറയുന്നത് -20 ആണ്. -20y = 60 - 160 എത്രയാ? 100 -100. അപ്പൊ നമുക്ക് -20y = -100 കിട്ടും. y = -100 divided by -20 which is equal to 2 മൈനസ് തമ്മിൽ ഡിവൈഡ് ആയാൽ അത് പ്ലസ് ആവും. 100/20 5. y = 5 എന്ന് കിട്ടും. ഇത് മനസ്സിലായോ? y = 5 എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? ഇനി നമ്മൾ എക്സിനെ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സിനെ കണ്ടുപിടിക്കാനായിട്ട് വൈയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 - 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തൽക്കാലം ഞാൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഏതാണോ കാൽക്കുലേഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പുട്ട് y =
5 in equation number 1. So 4x minus 2 into 5 equal to 30. 4x minus 10 equal to 30. 4x equal to 30 plus 10 equal to 40. 4x equal to 40. X equal to 40 by 4, which is equal to 10. X equal to 40 by 4 equal to 10. ഇങ്ങനെയാണ് എക്സിന്റെയും വൈയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ ഏതിനെ എലിമിനേറ്റ് ചെയ്തത്? പോസിറ്റീവ് ആയിട്ടുള്ള എക്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി വൈനെ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വൈനെ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും കറക്റ്റ് സെയിം ആൻസർ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഉപയോഗിച്ച് ചെയ്യുക. ഏതാണോ അപ്പൊ ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് ചെയ്യാം. എന്തായാലും ഒന്നും കൂടെ പുതിയ ലിങ്ക് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കായിരുന്നു. ഗൂഗിൾ മീറ്റിലാവുമ്പോ ഇങ്ങനെ സമയം തീർന്നു പോകത്തില്ലായിരുന്നു. കുറച്ചു പേർക്ക് ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. എനിവേ ഇനി നമുക്ക് 9 minutes ഉണ്ട്. അപ്പൊ വൈനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഇത് ഇൻറ്റു 2 ചെയ്താൽ മതി. ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇത് ഈ ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്താൽ ഇത് 4 ആവും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, കാരണം ഇവിടെ ഓൾറെഡി 4 ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ 1 into 2 ചെയ്യുന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 2 into 4x minus 2y equal to 30. ചെയ്യുമ്പോൾ എനിക്ക് 8x minus 4y equal to 60 എന്ന് കിട്ടും. അടുത്ത ഇക്വേഷൻ എനിക്ക് ഒന്നും ചെയ്യണ്ട, കാരണം y-യുടെ കോഎഫിഷ്യന്റ് ഓൾറെഡി 4 ആണ്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ എഴുതി വെക്കും. 2x plus 4y equal to 40. അങ്ങനെ എനിക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെ എന്ത് ചെയ്യണം? വൈനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ -4ഉം +4ഉം ആണ്. അപ്പൊ ഇവയെ തമ്മിൽ ഇത് 0 ആയി പോണെങ്കിൽ ഇവ തമ്മിൽ പ്ലസ് ചെയ്യണം. അപ്പൊ 8 + 2 എത്ര കിട്ടും? 8x + 2 equal to 10x minus 4y plus 4y minus 4y plus 4y equal to 0. അപ്പൊ ഇത് 0 ആയിട്ട് പോകും. plus 0 equal to 60 plus 40 100. അപ്പൊ നമുക്ക് 10x equal to 100 എന്ന് കിട്ടും. x equal to 100 by 10 which is equal to 10. x equal to 10 എന്ന് കിട്ടും. x ന്റെ വാല്യൂവിനെ ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x ന്റെ വാല്യൂവിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. put x equal to ഇങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. x equal to 10 in equation number 1. put x equal to 10 in equation number 1. So 4 into 10 minus 2y equal to 30. So 40 minus 2y equal to 30. Minus 2y equal to 30 minus 40. But minus 2y equal to എത്രാന്ന് വരും? 30 minus 40? -10. Minus 10. Y equal to minus 10 divided by minus 2, which is equal to positive 5. Y equal to 5ഉം x equal to 10ഉം ആൻസർ കിട്ടും. മനസ്സിലായോ? മിസ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ എക്സ് കണ്ടുപിടിക്കാൻ നേരത്ത് ആ 2x + 4y അവിടെ നമ്മൾ 2 ഇട്ട് ചെയ്യുമ്പോഴത്തേന് 4 ആവത്തില്ലേ? അപ്പൊ അത് ചെയ്യണ്ടല്ലോ ഇപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. എക്സിനെ എലിമിനേറ്റ് ചെയ്യാനായി ഇവിടെ നമ്മള് ഇവിടെ മാത്രം ഇൻറ്റു 2 ചെയ്താലും മതി. ഇവിടെ മാത്രം ഇൻറ്റു 2 ചെയ്യാം, മേളിൽ ഒന്നും ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല. അത് നമുക്ക് അപ്പൊ എന്താണോ തോന്നുന്നത് എങ്ങനെ ഇതിനെ ഈക്വേറ്റ് ചെയ്യാം. ഇനി ചിലപ്പോ നമുക്ക് തോന്നുന്നു ഇതിനെ ഇപ്പൊ ഇതിനെ ഇൻറ്റു 4 ചെയ്തിട്ട് ഇതിനെ ഇൻറ്റു 8 ചെയ്താൽ ഇത് രണ്ടും 16 ആവൂല്ലോ. അങ്ങനെയാണ് അപ്പൊ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, അതോർത്ത് വിഷമിക്കേണ്ട. ഏത് രീതിയിൽ ഇൻറ്റു ചെയ്താലും ഇത് രണ്ടും ഈക്വൽ ആയാൽ, കോഎഫിഷ്യന്റ് ഈക്വൽ ആയാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നുള്ള കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. അപ്പോ നമ്മളിപ്പം 3 എക്സാമ്പിൾസ് ഇല്ലസ്ട്രേഷൻ 3 എണ്ണം ചെയ്തു. ഹോംവർക്ക് പ്രാക്ടീസ് പ്രോബ്ലം 1ഉം 2ഉം ഹോംവർക്ക്. പ്രാക്ടീസ് പ്രോബ്ലം 1ഉം 2ഉം ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും ഒന്നുകൂടെ ചെയ്യാം. പ്രണവേ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 4x plus 2y equal to 10.
ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 2x minus 5y equal to 23. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5x minus 3y equal to 34. രണ്ടാമത്തെ ഇക്വേഷൻ 3x plus 4y equal to 32. ഇതിലെ ആൻസർ എക്സിന്റെ ആൻസർ x equal to 4 ഉം y equal to -3 ഉം കിട്ടണം. ഇവിടെ x equal to 8 ഉം y equal to 2 ഉം കിട്ടണം. ചെയ്ത് എനിക്ക് അയക്കണ്ട. നിങ്ങൾക്ക് ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാ ഈ ആൻസർ കിട്ടണം, ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുമ്പോ ഇത് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എല്ലാരും ചെയ്യുമല്ലോ അല്ലെ? ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ അയക്കണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, ഇനി ഞാൻ ഇനി ഒരു 4 minutes ഉണ്ട്. ഇത് ക്ലിയർ ചെയ്തോട്ടെ. എഴുതിയെടുത്ത് കഴിഞ്ഞോ? പ്രണവ് എഴുതി കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നോ സബ്ട്രാക്ഷൻ ഒരു എളുപ്പവഴി ഉണ്ടെന്ന്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും സബ്ട്രാക്ഷൻ അറിയാവുന്നതായിരിക്കും, എന്നാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ നമ്മള് 6 minus 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഇപ്പൊ നമുക്ക് സബ്ട്രാക്ഷൻ വരുന്ന കേസിൽ എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാല്, സബ്ട്രാക്ഷൻ വരുന്ന എല്ലാ കേസിലും നമ്മൾ ആ മൈനസ് സൈനെ പ്ലസ് ആക്കിയിട്ട് തൊട്ടടുത്തുള്ളതിന് നെഗറ്റീവ് കൊടുക്കുക. അപ്പൊ ഇത് എന്തായിട്ട് മാറും? അഡീഷൻ ആയിട്ട് മാറും. അഡീഷന്റെ ഒരു റൂളാണ്, നമ്മൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം നെഗറ്റീവും മറ്റത് പോസിറ്റീവും ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം വലിയ നമ്പറിന്റെ സൈൻ ഇട്ടാൽ മതി. ഇപ്പൊ 6 minus 4 നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പ്ലസ് ആക്കി അടുത്തത് മൈനസ് ഇട്ട് കൊടുത്തു. 6 ഉം 4 ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു. എത്രയാ ഡിഫറൻസ്? 2. എന്നിട്ട് വലിയ നമ്പർ 6. 6ന്റെ സൈൻ പോസിറ്റീവ്. അപ്പൊ അങ്ങനെയാണ് +2 എന്നുള്ള ആൻസർ കിട്ടുന്നത്. ഇപ്പൊ 6 minus 4 നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതാണ്. നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോ അല്ലെങ്കിൽ 4 minus 6 വരുമ്പോ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതേ മെത്തേഡിലോ ബുക്കിന്റെ സൈഡിലൊന്ന് ചെയ്ത് നോക്കിയേ. 4 minus 6 ഒന്ന് ചെയ്ത് നോക്കിയേ. അതായത് മൈനസ് സൈനിനെ പ്ലസ് ആക്കുക, എന്നിട്ട് അടുത്ത് വരുന്ന നമ്പറിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. 4 minus 6 ആകുമ്പോൾ നടുക്ക് വരുന്നതിനെ പ്ലസ് ആക്കിയിട്ട് 6ന് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് 4 plus -6 ആയിട്ട് മാറും. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ ഒരെണ്ണം നെഗറ്റീവും മറ്റത് പോസിറ്റീവും ആണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചതിന് ശേഷം വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. വലിയ നമ്പറിന്റെ സൈൻ, വലിയ നമ്പർ 6 ആണ്, അതിന്റെ സൈൻ മൈനസ്. ആൻസർ -2 കിട്ടും. ഇനി -3 minus 7, -3 minus 7 ഇതും ഇതേപോലെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുക. മൈനസ് സൈൻ പ്ലസ് ആക്കുക, തൊട്ടടുത്തുള്ള ആൾക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വന്നു? രണ്ടും നെഗറ്റീവ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാൻ പറയുമ്പം രണ്ടിന്റെയും സൈൻ നെഗറ്റീവ് ആണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അഡീഷന്റെ റൂള്. അപ്പൊ ഇവ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. 7 plus 3 ചെയ്താൽ 10 കിട്ടും. നെഗറ്റീവ് സൈൻ -10 ആണ് ആൻസർ. ഇനി -3 minus -7 ആണെങ്കിൽ ഇവനെ പ്ലസ് ആക്കുക, ഇവനെയും പ്ലസ് ആക്കുക. രണ്ട് മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ആവും എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് എന്താ? ഇപ്പൊ നമ്മൾ 4 minus 6 ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ മൈനസിനെയും അതുപോലെ ഈ സംഖ്യനെയും നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്ത് അത് പ്ലസ് ആയിട്ട് മാറുന്നു, ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് ആയി അത് മൈനസ് ആയിട്ട് മാറുന്നു. അതേ ലോജിക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. -3 minus -7 ഇതിനെ ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇതിനെ ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്തായിട്ട് മാറും? ഇത് -3 plus +7 ആയിട്ട് മാറും. ഇപ്പൊ ഇവിടെ നമുക്ക് അഡീഷന്റെ റൂൾ അപ്ലൈ ചെയ്യാലോ. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ഒരെണ്ണം നെഗറ്റീവും മറ്റത് പോസിറ്റീവും ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4 ആണ്. വലിയ നമ്പർ 7 ആണ്. പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. ഓക്കെ, നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു.
ഞാൻ ഒന്നുകൂടെ പറയാം, ഈ മീറ്റിംഗ് എൻഡ് ചെയ്തിട്ട് ഞാൻ ലിങ്ക് അയച്ചു തരാം.